പ്രണയതാണ്ഡവം. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 62. ഉണ്ണിക്കുട്ടൻ ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു കേൾപ്പിച്ചു. തൊഴിലുറപ്പിന് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ലക്ഷ്മിയെ സുമയോട് പറഞ്ഞു. ഒടുവിൽ വിശേഷങ്ങൾ ഓരോന്നായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലയുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞില്ല. അമ്മ അതൊട്ട് ചോദിച്ചതുമില്ല. അമ്മയുടെ മുഖഭാവം മാറുന്നതും അവിടെ സങ്കടം നേരിടുന്നതും കണ്ടപ്പോൾ ബാലയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി അമ്മയോട് പറയാമെന്ന് ലക്ഷ്മിക്ക് തോന്നി. ചിലപ്പോൾ അമ്മയ്ക്ക് അറിയണമെന്ന ആഗ്രഹം കാണും. തന്നോട് ചോദിക്കാത്തതായിരിക്കും. അമ്മ അറിഞ്ഞില്ലല്ലോ, ബാലേച്ചിക്ക് അംഗനവാടിയിൽ ആ പഴയ ടീച്ചർ പോസ്റ്റ് കിട്ടി. കുറച്ച് ദിവസമായി. പ്രസിഡൻ്റാണ് പഴയ ടീച്ചർ പോയപ്പോൾ ചേച്ചിയെ ആ പോസ്റ്റിലേക്ക് നിയമിക്കാൻ സഹായിച്ചത്. അത് കേട്ടപ്പോൾ സുമയുടെ മുഖം വിടർന്നു. മുൻപത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാലേച്ചി എന്നെ വിളിക്കും, കാര്യങ്ങളൊക്കെ തിരക്കുകയും ചെയ്യും. തൊഴിലുറപ്പിന് പോകുമ്പോൾ അവിടെയുള്ളവരുമായും ഞാനിപ്പോൾ നല്ല കൂട്ടാണ്. ലക്ഷ്മി സുമയോട് ഓരോന്നോരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു. സുമയും അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു, ലക്ഷ്മിയിലുള്ള മാറ്റങ്ങളെ. അമ്മയ്ക്ക് വേറൊരു കാര്യം അറിയാമോ? ഉണ്ണിക്കുട്ടൻ ഹോസ്റ്റലിലേക്ക് മാറിയപ്പോൾ എനിക്ക് വൈകുന്നേരം കൂട്ടുകിടക്കാൻ വരുന്നത് നമ്മുടെ ജയമാമിയാണ്. ഞാനും ജയമാമിയും തമ്മിലുള്ള വഴക്കൊക്കെ മാറി. ഇപ്പോൾ ഞങ്ങൾ നല്ല കൂട്ടാണ്. വൈകുന്നേരം കിടക്കാൻ നേരം അമ്മയുടെ പഴയ കഥകളൊക്കെ പറഞ്ഞു തരും. ലക്ഷ്മിയുടെ മുഖത്ത് ജയയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷമാണ്. ജയയെ ഒന്ന് കാണണമെന്ന് സുമയ്ക്ക് ഒരുപാട് നാളായി ആഗ്രഹമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അതിനിപ്പോഴും ധൈര്യം പോരാ. കാരണം തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ജയ, തന്നെ ഏറ്റവും മനസ്സിലാക്കിയവൾ. പക്ഷേ എങ്കിൽ പോലും താൻ ബാലയോട് ചെയ്തതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് മനസ്സിലൊരു ഭയം. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് ഇത്ര ദിവസമായിട്ടും അവളെക്കുറിച്ച് ഒരു കാര്യവും ആരോടും തിരക്കാത്തത്. അച്ഛൻ വീട്ടിൽ വന്നതിനെക്കുറിച്ച് പറയണമെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീടത് വേണ്ടെന്ന് വെച്ചു. അമ്മയ്ക്കിനി അത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ടാകണ്ട. അതുകൊണ്ട് തന്നെ ഉണ്ണിക്കുട്ടനോടും ലക്ഷ്മി ശ്രീധരൻ വന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഹോസ്റ്റലിൽ നിൽക്കുന്ന അവൻ്റെ സന്തോഷം എന്തിനാ ഇല്ലാതാക്കുന്നത്? ഏകദേശം 1 മണിക്കൂറായി അവർ വന്നിട്ട്. ഇതിനിടയിൽ നേഴ്സ് വന്ന് അമ്മയുടെ ഗുളിക കൃത്യമായി കൊടുക്കുകയും മെഡിറ്റേഷന് വേണ്ടി കൂട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തു. അമ്മ മിണ്ടാതെ അവരോടൊപ്പം പോകുന്നതും മറ്റും കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് സമാധാനമായി. ആ സമയം അത്രയും ലക്ഷ്മിയും ഉണ്ണിക്കുട്ടനും ആ ഹോസ്പിറ്റലും അതിൻ്റെ പരിസരവും ഒക്കെ ചുറ്റി നടന്ന് കണ്ടു. അവർ തിരികെ റൂമിലെത്തുമ്പോഴേക്കും മെഡിറ്റേഷൻ കഴിഞ്ഞ് അമ്മയെ തിരികെ കൊണ്ടുവന്നിരുന്നു. അമ്മയ്ക്കിപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി കുറേ നാളൊന്നും ഇവിടെ വേണ്ടി വരില്ല. എത്രയും പെട്ടെന്ന് അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഡോക്ടർ പറയുമ്പോൾ ഉണ്ണിക്കുട്ടനും ലക്ഷ്മിക്കും ഒരുപോലെ സന്തോഷം തോന്നി. ആദിയെയും ബാലയെയും വിളിച്ച് ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളോടുകൂടി പറയാമെന്ന് കരുതി. ഡോക്ടർ സാമുവൽ പറഞ്ഞുകൊണ്ട് ഇരുവരെയും നോക്കി. ഇറങ്ങാൻ സമയമായപ്പോൾ 2 പേർക്കും വിഷമം തോന്നി. സുമയെ 2 പേരും കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. സുമയ്ക്കും ഇപ്പോൾ സങ്കടമാണ് അവരെ പിരിയുന്നതിൽ. മുൻപാണെങ്കിൽ വരുന്നതും പോകുന്നതും ഒന്നും ആരും അറിയുക പോലുമില്ല. സിസ്റ്റർ വന്ന് ബലമായി തന്നെ അവരിൽ നിന്നും സുമയെ അടർത്തി മാറ്റി. ഉണ്ണിക്കുട്ടനെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാൻ നേരത്തും ലക്ഷ്മിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിഷമവും വേദനയും തോന്നിയെങ്കിലും എല്ലാത്തിൻ്റെയും കാരണക്കാരി താനാണല്ലോ എന്നോർത്ത് അവളൊന്നും മിണ്ടിയില്ല. അവനെ പുറത്തുനിന്നും ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടത്. തിരികെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് ഒരു മിന്നായം പോലെ ആ മുഖം അവൾ കണ്ടത്. പെട്ടെന്ന് തന്നെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് അവൾ മാറി നിന്നു. തൻ്റെ ജീവിതം ഈ രീതിയിൽ നശിക്കാൻ കാരണക്കാരനായവനെ ഇനി ഒരിക്കലും കാണാൻ അവൾ ആഗ്രഹിച്ചില്ല എന്നതായിരുന്നു സത്യം. ആദ്യം കണ്ട ബസ്സിൽ തന്നെ കയറിയിരുന്നു. സീറ്റിലേക്ക് ചാരി കണ്ണുമടച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷമായി തൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ആദ്യമായി അതെല്ലാം ഓർക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. ആരും കാണാതിരിക്കാനായി ഷോളിൻ്റെ തുറുമ്പ് കൊണ്ട് മുഖം അമർത്തി തുടച്ചു ലക്ഷ്മി. കവലയെത്തുമ്പോൾ വേഗത്തിൽ കാല് വലിച്ച് നടന്നു. ആരിൽ നിന്നോ ഓടി ഒളിക്കാൻ എന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു, തന്നെ ആരെങ്കിലും പിന്തുടർന്ന് വരുന്നുണ്ടോ എന്ന്. വീട്ടിലെത്തുമ്പോൾ ശ്രീധരൻ കൈവരിയിൽ അക്ഷമനായി ഇരിപ്പുണ്ട്. എവിടെ പോയി ചത്ത് കിടന്നിട്ട് പരിപാടി? ഞാൻ എത്ര നേരമായി ഇവിടെ വന്നിരിക്കുന്നു? ദേഷ്യത്തിൽ അവളെ നോക്കി മുഴുത്തൊരു ചീത്തയോടുകൂടി പറഞ്ഞു ശ്രീധരൻ. ഞാൻ പോകുമ്പോൾ പറഞ്ഞിട്ട് പോയതാണല്ലോ. അച്ഛൻ നേരത്തെ വരുമെങ്കിൽ താക്കോൽ ചോദിച്ചാൽ ഞാൻ തരില്ലായിരുന്നോ? നിൻ്റെയൊക്കെ ഔദാര്യത്തിന് താക്കോലിനായി കാത്തിരിക്കേണ്ട അവസ്ഥയായി ശ്രീധരൻ ഇപ്പോൾ.
പറഞ്ഞുകൊണ്ട് അയാൾ കയ്യിലിരിക്കുന്ന മുറിബീടി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് കാർക്കിച്ചു തുപ്പി മുറിക്കകത്തേക്ക് കയറിപ്പോയി. ലക്ഷ്മി ചവിട്ടിക്കുലുക്കി അകത്തേക്ക് കയറി കതക് തുറന്നു. ശ്രീധരൻ പിന്നാലെ നടന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉച്ചത്തിൽ ചീത്തവിളിയുമുണ്ട്. എന്നാൽ ലക്ഷ്മി അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ അവളുടെ ജോലികളിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആകെ അസ്വസ്ഥനായിരുന്നു. ബാല ചായ കൊണ്ട് കൊടുക്കുമ്പോഴും കഴിക്കാൻ ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോഴും ഒക്കെ അവൻ്റെ ടെൻഷൻ നിറഞ്ഞ മുഖമാണ് ബാല കാണുന്നത്. അവൾ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്താ അച്ചുവേട്ടാ, എന്താ ടെൻഷൻ പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ അവളെ അടുത്തേക്ക് പിടിച്ചിരുത്തി. ഞാനൊരാഴ്ച ഇവിടെ കാണില്ല. അത്യാവശ്യമായി ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹൈദരാബാദ് വരെ പോകേണ്ട ആവശ്യമുണ്ട് ബാല. ഒരാഴ്ചയോ? അത്യാവശ്യമാണ്. ഞാൻ തന്നെ പോയാലേ പറ്റൂ. ഇല്ലെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. കേൾക്കുന്തോറും അവൾക്ക് സങ്കടം കൂടിക്കൂടി വന്നു. പക്ഷെ ആദിയുടെ മുന്നിലിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അവൻ ഈ യാത്ര എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്യുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അപ്പോഴേക്കും അമ്മയും ആദിയുടെ അടുത്തേക്ക് വന്നു. അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്കും വലിയ വിഷമം തോന്നി. കാരണം ഇപ്പോൾ ആദ്യം അങ്ങനെ അവരുടെ അടുത്തു നിന്ന് മാറി നിൽക്കാറില്ല. ഞാൻ പോയിട്ട് വേഗം വരാം അമ്മേ. മാറ്റിവെക്കാൻ പറ്റാത്ത യാത്രയായതുകൊണ്ടാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്രയും ദിവസം നിൽക്കേണ്ടി വരില്ല. ജോലി എപ്പോൾ കഴിയുന്നോ അപ്പോൾ ഞാൻ തിരികെ വരും. അന്ന് ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലയ്ക്ക് അംഗനവാടിയിൽ പോകണ്ട. നാളെയാണ് ആദ്യ ഹൈദരാബാദ് പോകുന്നത്. ആദ്യ പോകുമെന്നറിഞ്ഞത് മുതൽ ബാലയിൽ ആകെപ്പാടെ ഒരു സന്തോഷമില്ലായ്മ. പക്ഷേ അവൻ്റെ യാത്ര തടസ്സപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അവളൊന്നും സംസാരിച്ചില്ല. ആദ്യ പോകുമെന്നറിഞ്ഞത് മുതൽ ബാലയിൽ ആകെപ്പാടെ ഒരു സന്തോഷമില്ലായ്മ. പക്ഷേ അവൻ്റെ യാത്ര തടസ്സപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അവളൊന്നും സംസാരിച്ചില്ല. രാവിലെ തന്നെ വീടൊതുക്കലും അലക്കും മറ്റുമായി ഉച്ചവരെ സമയം പോയി. 2-3 ദിവസമായി കമലത്തിന് പനിയായതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ മുടക്കിലാണ്. ബാലയ്ക്ക് അംഗനവാടിയിൽ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ പറ്റുന്നതൊക്കെ മംഗളത്തമ്മയും ചെയ്യും. ആദിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സും പാൻറ്റും തിരഞ്ഞെടുത്ത് അതൊക്കെ അയൺ ചെയ്ത് മടക്കി പെട്ടിലാക്കിയത് ബാലയാണ്. ടവലും സോപ്പും പേസ്റ്റും അത്യാവശ്യത്തിന് വേണ്ട മെഡിസിനൊക്കെ അവൾ തന്നെയാണ് അറേഞ്ച് ചെയ്ത് ബാഗിനുള്ളിൽ വെച്ചത്. അവൾ ഓരോന്ന് ചെയ്യുന്നതും സന്തോഷത്തോടു കൂടിയാണ് ആദ്യം നോക്കിയത്. എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നുണ്ടെങ്കിലും ആദിയോടുള്ള പിണക്കവും പരിഭവവും ആ മുഖത്ത് നിറഞ്ഞു നിൽപ്പുണ്ട്. അതും കൂടി കാണുമ്പോൾ അവന് പെണ്ണിനോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്തത്. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവളെ ബലമായി പിടിച്ചു നിർത്തിയതാണ് ആദി. ഞാൻ പോയിട്ട് വേഗം ഇങ്ങി വരില്ലേ പെണ്ണെ, പിന്നെ എന്തിനായി പരിഭവം? അത് കേൾക്കുമ്പോൾ ബാലയ്ക്ക് കണ്ണ് നിറഞ്ഞു. എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നുന്നു അച്ചുവേട്ടാ. ഇവിടെ കൂടെയുള്ളപ്പോൾ എനിക്ക് വല്ലാത്ത ധൈര്യമാണ്. പക്ഷേ ഇപ്പോൾ എന്തോ പേടി തോന്നുന്നു. ആദ്യം അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല പെണ്ണെ, പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ല. ഞാനെങ്കിൽ വേഗം വരും. അതുവരെ ഇവിടെ എല്ലാവരുടെയും കാര്യം നീ നോക്കിക്കൊള്ളണം. അവിടുത്തെ ജോലി വേഗം തീർത്തിട്ട് ഞാനിങ്ങ് ഓടി വരില്ലേ? അവിടുന്ന് വന്ന ഉടനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം അമ്മയോട് സമ്മതം വാങ്ങി എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം. അത് പറയുമ്പോൾ പെണ്ണിൻ്റെ മുഖം വിടർന്നു. സത്യമാണോ അച്ചുവേട്ടാ ഈ പറയുന്നത്? ഹൈദരാബാദ് പോയി വന്നിട്ട് നമ്മുടെ വിവാഹകാര്യം അമ്മയോട് പറയുമോ? അമ്പടി, അപ്പോൾ ഇത്രയും നാളും ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോഴൊക്കെ നീ എന്താ വിചാരിച്ചത്? കളിയാക്കുകയാണെന്നോ? ചെറുക്കൻ മുഖം ഗൗരവത്തിലാക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബാല നിന്നെയും. എത്രയും പെട്ടെന്ന് എൻ്റേതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിൻ്റെ ചുറ്റുപാടുകൾ, ഇപ്പോഴത്തെ നിൻ്റെ വിഷമം അതൊക്കെ മനസ്സിലാക്കിയാണ് ഞാൻ ഇത്രയും വൈകിപ്പിച്ചത് തന്നെ. പക്ഷേ ഇനി എന്തായാലും ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം. അപ്പോൾ സന്തോഷമായിട്ടിരിക്കണം. ഞാൻ പോയിട്ട് വേഗം വരും. നാളെ വെളുപ്പിനാണ് ഫ്ലൈറ്റ്. എത്രയും പെട്ടെന്ന് ജോലികൾ തീർത്ത് കഴിയുന്നതും വേഗത്തിൽ ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരും. എന്നാലും അവളുടെ സങ്കടം മുഖത്തുണ്ട്. ബാല ആദിയുടെ നെഞ്ചിൽ ചേർന്ന് നിന്നു. ഇത്രയും ദിവസം അടുത്തുണ്ടായിരുന്നപ്പോൾ നിനക്കിതൊന്നും പാടില്ലായിരുന്നോടി. ഇപ്പോൾ ഈ ആഴ്ച ഇല്ലെന്ന് പറയുമ്പോൾ ആദി അവളെ അമർത്തി കെട്ടിപ്പിടിച്ചു. ഞാൻ വേഗം ഇങ്ങി വരും. അവളുടെ നെറുകയിൽ അത്രമേൽ പ്രണയത്തിൽ ഉമ്മ വെച്ചു. ഹൈദരാബാദിൽ എനിക്കൊരു ഫ്രണ്ടുണ്ട് അവിനാശ്. ചില ബിസിനസ് കാര്യങ്ങൾ അവനുമായി ചേർന്ന് നടത്തുന്നതിനെക്കുറിച്ച് കൂടി ആലോചിക്കാനുണ്ട്. അതുകൊണ്ട് ഈ പോക്കിൽ എനിക്ക് അവനെയും കാണണം. എല്ലാത്തിലും കൂടി ചേർത്ത് ഒരാഴ്ച വേണ്ടി വരും. രാവിലെ തുടങ്ങിയ പണിയാണ് ലക്ഷ്മിക്ക്.
വീടടിച്ചു വാരലും ഒതുക്കലും പറക്കലും. ശ്രീധരൻ്റെ റൂമിൽ കയറിയപ്പോൾ അവൾ ദേഷ്യം കൊണ്ട് മുഖം ചുളിച്ചു. മുറിബീടി അവിടെയായി എറിഞ്ഞിട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മദ്യത്തിൻ്റെ ചില കുപ്പികളുമുണ്ട്. ഈ മാരണത്തിന് ഇവിടേക്ക് കെട്ടിയെടുക്കാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് അവൾ ജോലികൾ ചെയ്തു. വീട് മുഴുവനും അടിച്ചു വാരി. മുറ്റവും അടിച്ചു കഴിഞ്ഞ് അവളുടെ തുണികൾ വാരി കൂട്ടി പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു ബക്കറ്റ് നിറയെ ശ്രീധരൻ തുണികൾ അവിടെ മുക്കി വെച്ചിരിക്കുന്നത് കണ്ടത്. അച്ഛനെ വീട്ടിലേക്ക് വലിച്ചു കയറ്റാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് അയാളോടുള്ള മുഴുവൻ ദേഷ്യവും അവൾ ആ തുണികളിൽ തീർത്തു. തുണികളെല്ലാം നനച്ച് വിരിച്ച് അകത്തേക്ക് കയറുമ്പോൾ കയ്യിൽ ഒന്നിലേറെ കവറുകളുമായി വരുന്നു ശ്രീധരൻ. അവൾ അതിലേക്കൊന്ന് നോക്കുക പോലും ചെയ്തില്ല. അച്ഛന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ തുണികളെങ്കിലും വാരിയിട്ട് നനച്ചുകൂടെ? അതിനെന്നെ കാത്തിരിക്കണോ? ഞാൻ വെറുതെ ഇരുന്നിട്ട് വരുന്നതല്ല, എന്നും തൊഴിലുറപ്പിന് പോകുന്നതാണ്. പിന്നെ ഈ വീട്ടിലെ ജോലികളും ചെയ്യണം. അതിൻ്റെ കൂടെ അച്ഛൻ്റെ തുണികളും കൂടി നനയ്ക്കാനൊന്നും എനിക്ക് വയ്യ. വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പണിയെടുത്ത് എൻ്റെ നടു ഒടിഞ്ഞു. എല്ലാ വീട്ടിലെ എല്ലാ പെണ്ണുങ്ങളും ഈ ജോലികളൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ നിനക്ക് മാത്രം എന്താടി ഇത്രയും പുതുക്കം? ശ്രീധരനും അവളോട് കൊമ്പ് കോർക്കാൻ എന്ന പോലെ നിന്നു. എനിക്ക് അച്ഛനോട് വഴക്കിടാൻ ഇപ്പോൾ സമയമില്ല. അടുക്കളയിൽ ഇതുവരെ കയറിയിട്ടില്ല. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ അകത്തോട്ട് കയറിയാലേ പറ്റൂ. ആ, ഇന്നിനി ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ എൻ്റെ 2 കൂട്ടുകാരന്മാർ വരും. ഇതിൽ കപ്പയും ഇറച്ചിയും ഇരിപ്പുണ്ട്. നീ അതെടുത്ത് വയ്ക്കാൻ നോക്ക്. ചാറാക്കണ്ട, നന്നായി വരട്ടിയെടുത്താൽ മതി. ഈ ജോലി ചെയ്തതൊന്നും പോരാഞ്ഞിട്ടാണോ ഇനിയിപ്പോൾ കപ്പയും ചിക്കനും ഒക്കെ വാങ്ങി വന്നത്? എല്ലാം വൃത്തിയാക്കി അരിഞ്ഞു തരികയാണെങ്കിൽ വെച്ച് വെക്കാം. അല്ലാതെ എനിക്കെല്ലാം കൂടി വയ്യ. പറഞ്ഞുകൊണ്ട് തന്നെ ചാടി തുള്ളി ലക്ഷ്മി അകത്തേക്ക് പോയി. ഇന്നൊരു ദിവസത്തേക്ക് ചെയ്തു തരും. ഇനി ഇതുപോലെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ലക്ഷ്മിയുടെ തനി സ്വഭാവം അറിയും. ക്ഷമിക്കുമെന്ന് കരുതി തലയിൽ കയറി തുള്ളാൻ നോക്കുന്നു. അതുപോലെ തന്നെ കണ്ട കുടിയന്മാരെ ഒന്ന് ഈ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരാനും ഞാൻ സമ്മതിക്കില്ല. നിർത്തടി, നീ വലിയ ശീലാവധി ചുമയുന്നു. ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് നീ കണ്ടവന്മാരെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണോ നിന്റെ വിചാരം? ഇനി എനിക്ക് നേരെ ചാടിയാൽ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ശ്രീധരൻ്റെ ദേഷ്യത്തോടു കൂടിയുള്ള പറച്ചിൽ കേട്ടപ്പോൾ ശരിക്കും ലക്ഷ്മി ഭയന്നുപോയി. അവൾ ഒന്നും മിണ്ടാതെ തന്നെ തൻ്റെ ജോലികൾ തുടരും.